Hello, welcome to 3D Tech. So today നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് പഠിക്കാൻ പോകുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ടോപ്പിക്കിനകത്ത് ബ്രിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ബ്രിക്സ്. യൂഷ്വലി PSC പരീക്ഷകളിലൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ബ്രിക്സിൽ നിന്ന് വരാറുണ്ട്. സോ ഫസ്റ്റ് പാർട്ടിൽ കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്തും മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് ഒരു കോമൺലി യൂസ്ഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. വളരെ ലൈറ്റ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, ചീപ്പറായിട്ടുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. കോമ്പോസിഷൻ ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത്. ഒരു ഗുഡ് ബ്രിക്ക് എർത്ത് എന്ന് പറയുന്നത് ഈസ് എ മിക്സ്ചർ ഓഫ് പ്യുവർ ക്ലേ ആൻഡ് സാൻഡ് പ്രിപ്പയർഡ് വിത്ത് വാട്ടർ ആണ്. ഇതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് അലുമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ് ആൻഡ് മഗ്നീഷ്യ ആണ്. നമുക്കിത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസും ഏതൊക്കെയാണ്, അതിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ്, അതിൻ്റെ അളവുകൾ കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പഠിക്കാം. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. ഇറ്റ്സ് പേഴ്സൻറ്റേജ് ഇസ് 50 to 60%. ഒരു ബ്രിക്ക് എർത്തിനകത്ത് മേജർ പോർഷൻ എന്ന് പറയുന്നത്, അല്ലെ മേജർ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. സിലിക്ക പ്രിവെൻറ്റ്സ് ഷ്രിങ്കേജ്, വാർപ്പിംഗ് ആൻഡ് ക്രാക്കിംഗ് ഇൻ ബ്രിക്സ്. സിലിക്കയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 50 മുതൽ 60% വരെയാണ്. പക്ഷേ ആ എമൗണ്ട് എക്സസ് ആയിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷൻ കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ബ്രിക്ക് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടും. നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എന്ന് പറയുന്നത് അലൂമിനയാണ്. അലൂമിനയുടെ എമൗണ്ട് 20 മുതൽ 30%. വെൻ കമ്പയർഡ് ടു സിലിക്ക, എമൗണ്ട് ഓഫ് അലൂമിന കുറവാണ്. എന്നിരുന്നാലും ദി ചീഫ് അല്ലെങ്കിൽ ദി പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ബ്രിക്ക് എർത്ത് ചോദിച്ചാൽ ഇറ്റ്സ് ആൻസർ ഈസ് അലൂമിന. അലൂമിനയാണ് ബ്രിക്ക് എർത്തിന് പ്ലാസ്റ്റിക് നേച്ചർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അലൂമിനയാണ്. അലൂമിനിയുടെ എമൗണ്ട് 30% മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് കോസസ് ഷ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഈസ് ലൈം. ലൈമിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 5%. സാൻഡിന് തനിയെ ഫ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവില്ല. സോ സാൻഡിനെ ഫ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ലൈം എന്ന് പറയുന്നത്. ലൈമാണ് റോ ബ്രിക്സിനകത്തെ ഷ്രിങ്കേജിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. എക്സസ് ഓഫ് ലൈം വന്നു കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ചെയ്യാനും അതേപോലെ അതിൻ്റെ ഷേപ്പ് ലൂസ് ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ഈസ് അയൺ ഓക്സൈഡ്. ദ എമൗണ്ട് ഓഫ് അയൺ ഓക്സൈഡ് ഈസ് 5 to 6%. ബ്രിക്കിന് റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് അയൺ ഓക്സൈഡാണ്. അതേപോലെ സ്ട്രെങ്തും ഹാർഡ്നെസ്സും കൂട്ടുന്നത് അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റാണ്. അയൺ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ബ്രിക്കിൻ്റെ കളറ് ബ്ലാക്ക് അല്ലെ ബ്ലൂ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇംപെർമിയബിലിറ്റി ആൻഡ് ഡ്യൂറബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത് അയൺ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് മൂലമാണ്. കമ്പാരിറ്റീവ്ലി ലെസ് എമൗണ്ട് ഓഫ് അയൺ ഓക്സൈഡ് ആണെങ്കിൽ ബ്രിക്കിനെ യെല്ലോയിഷ് കളറാക്കും. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് മഗ്നീഷ്യ എന്ന് പറയുന്നത്. മഗ്നീഷ്യയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 1 to 2% ആണ്. സ്മോൾ ക്വാണ്ടിറ്റി ആയിരിക്കും മഗ്നീഷ്യയുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ബ്രിക്കിന് ചെറിയൊരു യെല്ലോ ടിൻറ്റ് കൊടുക്കുന്നത് മഗ്നീഷ്യ ആണ്. മഗ്നീഷ്യയുടെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇറ്റ് ലീഡ്സ് ടു ഡീകേ ഓഫ് ബ്രിക്സ്. മഗ്നീഷ്യയുടെ എമൗണ്ട് എന്ന് പറയുന്നത് 1 to 2% ആണ്. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 2 to 4% കാണപ്പെടാറുണ്ട്. അപ്പം നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് ഈ 2 ഓപ്ഷൻസും വരികയാണെങ്കിൽ 1 to 2% എന്നുള്ള ഓപ്ഷൻ വേണം ഓപ്റ്റ് ചെയ്യാൻ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്സ് ആണ്. ഇത് 4 എണ്ണമാണ് യൂഷ്വലി ഉള്ളത്. ആൽക്കലീസ്, അയൺ പൈറൈറ്റ്സ്, പെബിൾസ്, വെജിറ്റേഷൻ ആൻഡ് ഓർഗാനിക് മാറ്റർ. ബ്രിക്സിൽ ആൽക്കലീസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ദി അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുക്കും. ഇവാപ്രേഷൻ്റെ സമയത്ത് ഇത് വൈറ്റ് അല്ലെ ഗ്രേ കളർ ഡെപ്പോസിറ്റ്സ് ആയിട്ട് ബ്രിക്കിൽ ഫോം ചെയ്യും. അതിനെയാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ആൽക്കലീസ് പോലെ തന്നെ ജിപ്സവും പൈറൈറ്റ്സും എഫ്ലോറസൻസ് കോസ് ചെയ്യും. ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യനകത്ത്
വാട്ട് കോസസ് എഫ്ലോറസൻസ് എന്ന് പറഞ്ഞ് ഓപ്ഷൻസിനകത്ത് ഈ 3 എണ്ണവും തരുവാണ്. അതായത് ആൽക്കലീസ്, ജിപ്സം ആൻഡ് പൈറേറ്റ്സ് തരുവാണെങ്കിൽ യു ഷുഡ് ഓപ്റ്റ് ഫോർ ഓൾ ഓഫ് ദീസ്. അല്ലാന്നുണ്ടെങ്കിൽ എഫ്ലോറസൻസ് കോസ് ചെയ്യുന്നത് ആൽക്കലീസ് എന്ന് എഴുതാം. ഒരു ബ്രിക്കിനെ വെള്ളത്തിനകത്ത് 24 hours ഇമേഴ്സ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് കഴിയുമ്പം ഗ്രേ അല്ലെങ്കിൽ വൈറ്റ് ഡെപ്പോസിറ്റ് കാണിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എഫ്ലോറസൻസ് എന്ന് പറയും. അതേസമയം അതിന് 10% ഗ്രേ അല്ലെ വൈറ്റ് ഡെപ്പോസിറ്റ്സ് കാണിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി എഫ്ലോറസൻസ് എന്ന് പറയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50% ഗ്രേ അല്ലെ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ അതിനെ മോഡറേറ്റ് എഫ്ലോറസൻസ് എന്ന് പറയും. പിന്നെ ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ എക്സീഡിങ് 50% ഓഫ് ഗ്രേ ഓർ വൈറ്റ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ അതിനെ സീരിയസ് എഫ്ലോറസൻസ് എന്നുമാണ് പറയപ്പെടുന്നത്. നല്ല ചൂടുള്ള ഒരു ഹോട്ട് ബ്രിക്കിൻ്റെ മുകളിൽ റെയിൻ വീഴുന്ന സമയത്ത് ചില ഡിഫോർമേഷൻസ് ബ്രിക്കിന് സംഭവിക്കും. അങ്ങനത്തെ ഡിഫോർമേഷൻസിനെയാണ് നമ്മൾ ചഫ് എന്ന് പറയുന്നത്. ഓർഗാനിക് മാറ്റർ ആൻഡ് വെജിറ്റേഷൻ എന്ന് പറയുന്നതും ഒരു ഹാംഫുൾ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ബേൺ ചെയ്തില്ലെങ്കിൽ അത് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രിക്കിനെ പോറസ് ആക്കാനായിട്ട് അല്ലെങ്കിൽ സ്പോഞ്ചി ആക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഡിഫോർമേഷനെയാണ് ബ്ലോട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോമ്പോസിഷൻ ഓഫ് ബ്രിക്കും ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്കും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് ആണ്. മെയിനായിട്ട് മാനുഫാക്ചറിങ്ങിനകത്ത് വരുന്ന 4 ഓപ്പറേഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, രണ്ടാമത്തെ മോൾഡിംഗ് ഓഫ് ബ്രിക്സ്, മൂന്നാമത്തെ ഡ്രൈയിങ് ഓഫ് ബ്രിക്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ബേണിംഗ് ഓഫ് ബ്രിക്സ്. നമുക്കറിയാം നമ്മൾ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് ക്ലേയിൽ നിന്നാണ്. അപ്പോൾ ഈ ക്ലേ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് അടുത്ത ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്ത് അല്ലെ പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ തന്നെ 7 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അതിൽ ഓരോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും പ്രിപ്പറേഷൻ ഓഫ് ബ്രിക്ക് എർത്തിൽ 6 ഓപ്പറേഷൻസ് ഉണ്ടെന്നേ പറയാറുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അൺസോയിലിംഗ് ആണ്. നമുക്കറിയാം നമ്മളൊരു സൈറ്റിൽ നിന്നാണ് ക്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ വെജിറ്റേഷൻ്റെ റൂട്ട്സ് കാണും, അതേപോലെ തന്നെ ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ എബൌട്ട് 20 സെൻറ്റിമീറ്റർ ഓഫ് ദ സോയിൽ നമ്മൾ റിമൂവ് ചെയ്യും. അതിനെയാണ് അൺസോയിലിംഗ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലേയെ ഡഗ് ഔട്ട് ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് ഡഗ് ഔട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ലെവൽഡ് സർഫസിൽ നമ്മൾ സ്പ്രെഡ് ഔട്ട് ചെയ്യും. ഡഗ് ചെയ്തെടുത്ത ക്ലേയെ നമ്മൾ പിന്നീട് ക്ലീൻ ചെയ്യും. അതായത് ക്ലേക്കകത്ത് സ്റ്റോൺസ്, പെബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾ മാറ്റേഴ്സൊക്കെ കാണും. ആ ഡേർട്ടിനെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തെടുക്കുന്നതിനെയാണ് ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലീനിങ് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് വെതറിങ് എന്ന് പറയുന്നത്. നമ്മൾ ക്ലേയെ ഹീപ്പായിട്ട് നമ്മൾ കൂട്ടിവെക്കും. എബൌട്ട് 60 to 120 സെൻറ്റിമീറ്ററിൻ്റെ ഹീപ്പായിട്ടാണ് കൂട്ടിവെക്കുന്നത്. എന്നിട്ട് വെതർ കണ്ടീഷന് വേണ്ടി നമ്മൾ വിധേയമാക്കും. അപ്പം ഈ ക്ലേയ്ക്ക് പ്ലാസ്റ്റിക് നേച്ചർ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ ഈ വെതറിങ് പ്രോസസ്സ് ചെയ്യുന്നത് മൺസൂൺ സീസണിലായിരിക്കും കൂടുതലായിട്ടും ചെയ്യുന്നത്. വെതറിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വലിയ ബിഗ് ബോൾഡേഴ്സായിട്ട് കിടക്കുന്ന ക്ലേയ്ക്ക് ബിഗ് ബോൾഡേഴ്സായിട്ട് കിടക്കുന്നതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനും യൂണിഫോം ആയിട്ടൊരു മാസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ വെതറിങ്ങിന് വിധേയമാക്കുന്നത്. അതുപോലെ ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, ഓക്സിഡൈസ് ആയി പോകുന്ന ചില ഇമ്പ്യൂരിറ്റീസിനെ ഓക്സിഡൈസ് ചെയ്യാനും വെതറിങ് ആക്ഷൻ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ വരുന്നൊരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ ലാർജ് ലംസായിട്ട് ക്ലേ എന്തെങ്കിലും ഫോം ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ റോളേഴ്സ് യൂസ് ചെയ്ത് ക്രഷ് ചെയ്യും. അതിനെയാണ് ഗ്രൈൻഡിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് എല്ലാ സമയം അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ക്ലേയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുകയോ അല്ല ക്ലേയ്ക്കകത്ത് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാറ്റുകയോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ടെമ്പറിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലേയെ ഒരു മോൾഡബിൾ ഫോം ആക്കുന്നത് ഈ ടെമ്പറിങ് പ്രോസസ്സിലൂടെയാണ്.
രണ്ട് രീതിയിലുള്ള ടെമ്പറിംഗ് ആണ് നമ്മൾ നടക്കുന്നത്. നീഡിങ് ആൻഡ് പഗ്ഗിങ്. നീഡിങ് എന്ന് പറയുന്നത് ജസ്റ്റ് മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് നീഡിങ് എന്ന് പറയുന്നത്. അതായത് ബ്രിക്ക് ലോ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ നീഡിങ് പ്രോസസ്സ് വെച്ചാണ് ടെമ്പർ ചെയ്യുന്നത്. മാനുവലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാറ്റലിനെ യൂസ് ചെയ്ത് നമ്മളതിനെ പ്രസ് ചെയ്ത് അതിനെ സ്റ്റിഫാക്കുക, അതായത് സ്റ്റിഫാക്കി അതിനെ മോൾഡബിൾ ഫോമിലേക്ക് ആക്കുന്നതിനാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. ടെമ്പറിങ് മെത്തേഡിലെ രണ്ടാമത്തെ രീതിയാണ് പഗ്ഗിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടറിനെയാണ് പഗ്ഗിങ് എന്ന് പറയുന്നത്. മാസ് പ്രൊഡക്ഷൻ ഓഫ് ബ്രിക്സ് ചെയ്യുന്ന സമയത്ത് പഗ്ഗിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. പഗ്ഗിങ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പഗ് മില്ലിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ പഗ്ഗിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹോമോജീനിയസ് ആയിട്ടൊരു മാസ് ഓഫ് ക്ലേ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു പഗ് മില്ലിൻ്റെ കമ്പോണൻസ് യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടാറുള്ളതാണ്. ഒരു പഗ് മില്ലിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് അതിനൊരു കോണിക്കൽ അയൺ ടബുണ്ട്. ടോപ്പ് എന്ന് പറയുന്നത് കവേർഡ് ആയിരിക്കും. അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ടിമ്പർ ബേസിലായിരിക്കും. അതിനൊരു വെർട്ടിക്കൽ ഷാഫ്റ്റ് കാണും വിത്ത് ഹൊറിസോണ്ടൽ ആംസ് കാണും. ആ ഹൊറിസോണ്ടൽ ആംസിലെല്ലാം വെജ്ഡ് ഷേപ്ഡ് ആയിട്ടുള്ള നൈഫ്സ് ഉണ്ട്. ഒരു ലോങ് ആം ഉണ്ട് ആ വെർട്ടിക്കൽ ഷാഫ്റ്റിൽ. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നൈഫ്സും റൊട്ടേറ്റ് ചെയ്യും. നൈഫ്സ് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലേ നല്ല രീതിയിൽ വെള്ളവുമായിട്ട് ഗ്രൈൻഡ് ചെയ്യും. പഗ്ഡായിട്ടുള്ള ക്ലേ നമുക്ക് എടുക്കാൻ വേണ്ടി താഴെ ഏറ്റവും ബോട്ടം മോസ്റ്റ് സ്ഥലത്ത് ഒരു ചെറിയ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഒരു റാമ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെയാണ് നമുക്ക് പഗ്ഡ് ക്ലേ നമുക്ക് ലഭിക്കുന്നത്. മാനുഫാക്ചറിങ് പ്രോസസ്സിലെ അടുത്ത പ്രോസസ്സാണ് മോൾഡിങ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. മോൾഡിങ് ഓഫ് ബ്രിക്സ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഹാൻഡ് മോൾഡിങ്ങും ഉണ്ട്, മെഷീൻ മോൾഡിങ്ങും ഉണ്ട്. ഹാൻഡ് മോൾഡിങ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മാനുവലായിട്ട് ചെയ്യുന്നതിനെയാണ് ഹാൻഡ് മോൾഡിങ് എന്ന് പറയുന്നത്. ഈ ഹാൻഡ് മോൾഡിങ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്സ്, സെക്കൻഡ് വൺ ഈസ് ടേബിൾ മോൾഡഡ് ബ്രിക്സ്. ഒരു ലെവൽ ഗ്രൗണ്ടിൽ ബ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഗ്രൗണ്ട് മോൾഡഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ മോൾഡ് നമ്മൾ ഐദർ സാൻഡ് അല്ലെങ്കിൽ വാട്ടറിൽ ഡിപ്പ് ചെയ്യാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ക്ലേ ഈ മോൾഡുമായിട്ട് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാൻഡിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ സാൻഡിലാണ് നമ്മൾ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ സാൻഡ് മോൾഡഡ് ബ്രിക്ക് എന്നും, വെള്ളത്തിലാണ് അതിനെ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്ലോപ്പ് മോൾഡഡ് ബ്രിക്ക് എന്നുമാണ് വിളിക്കുന്നത്. ടേബിൾ മോൾഡഡ് ബ്രിക്കും ഇതേപോലെ തന്നെയാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ലെവൽഡ് ഗ്രൗണ്ടിന് പകരം ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 2x1 മീറ്ററിൻ്റെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് നമ്മൾ ബ്രിക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ടേബിൾ മോൾഡഡ് ബ്രിക്സിനകത്തും രണ്ട് രീതിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാൻഡിൽ ഡിപ്പ് ചെയ്ത മോൾഡാണെങ്കിൽ അതിനെ സാൻഡ് മോൾഡഡ് ബ്രിക്ക് എന്നും, വാട്ടറിൽ ഡിപ്പ് ചെയ്ത മോൾഡാണെങ്കിൽ അതിനെ സ്ലോപ്പ് മോൾഡഡ് ബ്രിക്ക് എന്നും വിളിക്കും. മാസ് പ്രൊഡക്ഷൻ ഓഫ് ബ്രിക്സിന് നമുക്ക് ഹാൻഡ് മോൾഡിങ് പറ്റത്തില്ല. അന്നേരം നമ്മൾ മെഷീൻ മോൾഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മെഷീൻ മോൾഡിംഗ് തന്നെ രണ്ട് രീതിയിലാണ് ഉള്ളത്. പ്ലാസ്റ്റിക് ക്ലേ മെഷീനും ഉണ്ട്, ഡ്രൈ ക്ലേ മെഷീനുമുണ്ട്. ഒരു പഗ് മില്ലിൽ നിന്ന് വരുന്ന പഗ്ഡ് ക്ലേയെ നമ്മൾ വയർ കട്ട് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നതിനെ വയർ കട്ട് ബ്രിക്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ക്ലേ ബ്രിക്സ് എന്ന് വിളിക്കും. ഒരു ക്ലേയെ ഒരു മോൾഡിനകത്ത് വെച്ച് പ്രസ് ചെയ്യണം, ഒരു മെഷീൻ വെച്ച് പ്രസ് ചെയ്യുവാണെങ്കിൽ ഒരു നല്ല വെൽ ഷേപ്ഡ് ആയിട്ടുള്ള ബ്രിക്സ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ പ്രസ്ഡ് ബ്രിക്ക് അല്ലെങ്കിൽ ഡ്രൈ ക്ലേ ബ്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ വാട്ടറിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. അതുകൊണ്ട് ഡ്രൈയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഡ്രൈ ക്ലേ ബ്രിക്സിനകത്ത് വിരളമായിരിക്കും. നമുക്ക് ഡയറക്റ്റ്ലി അതിനെ ബേണിംഗ് പർപ്പസിലേക്ക് അല്ലെങ്കിൽ ബേണിംഗ് പ്രോസസ്സിലേക്ക് നമുക്ക് കൊടുക്കാം. ഡ്രൈയിങ് അല്ല ബേണിങ്ങിൻ്റെ സമയത്ത് ഈ ബ്രിക്ക് ഷ്രിങ്ക് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മോൾഡിൻ്റെ ഇന്നർ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സിനെക്കാട്ടി 8-12% ഗ്രേറ്റർ ആയിരിക്കും. നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു ബ്രിക്കിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെയറിൽ അല്ലെങ്കിൽ ടോപ്പ് ഫേസിൽ ഒരു ഡിപ്രഷൻ കാണാറുണ്ട്. അതിനെ ഫ്രോഗ് എന്നാണ് നമ്മൾ പറയുന്നത്.
ആ ഫ്രോഗിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ മോർട്ടാറിനെ ഹോൾഡ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ഏതെങ്കിലും ട്രേഡ് നെയിം നമുക്ക് മെൻഷൻ ചെയ്യാനും ആ ഫ്രോഗ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 10 to 20 mm ആയിരിക്കും. നെക്സ്റ്റ് പ്രോസസ്സാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഒരു ബ്രിക്കിനകത്തെ മോയ്സ്ചർ കണ്ടൻറ്റ് 2% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇത് 2 രീതിയിലാണുള്ളത്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ ഡ്രൈയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ എയർ സർക്കുലേഷനാണ്. അത് അബൌട്ട് 3 to 10 days ആണ് എടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങിന് നമ്മൾ ഡ്രയേഴ്സ് യൂസ് ചെയ്താണ് ഡ്രൈ ചെയ്യുന്നത്. അത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലെസ് ദാൻ 120 degree Celsius ആയിരിക്കും. ഇതിനാവശ്യമായ ദിവസം എന്ന് പറയുന്നത് 1 to 3 days ആണ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തരികയാണ് ഹൗ മെനി ഡേയ്സ് ആർ റിക്വയർഡ് ഫോർ ഡ്രൈയിങ് എ ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ 1 to 3 daysഉം 3 to 10 daysഉമാണ് തന്നിരിക്കുന്നതെങ്കിൽ, ഇപ്പം മെത്തേഡ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നാച്ചുറൽ ഡ്രൈയിങ്ങിൻ്റെ ഡേയ്സാണ് ഓപ്റ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് 3 to 10 days. ഒരു ബ്രിക്കിനകത്തെ മോയ്സ്ചർ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ഫ്രീ മോയ്സ്ചറും ബൗണ്ട് മോയ്സ്ചറും. ബ്രിക്കിനകത്ത് വോയിഡ്സിൽ പ്രസൻ്റ് ആയിട്ടിരിക്കുന്ന മോയ്സ്ചറിനെയാണ് ഫ്രീ മോയ്സ്ചർ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഡ്രൈയിങ് യൂസ് ചെയ്ത് ആ മോയ്സ്ചറിനെ റിമൂവ് ചെയ്യാൻ പറ്റും. മോയ്സ്ചർ പ്രസൻറ്റ് എറൗണ്ട് ദ മോളിക്കുലർ സ്ട്രക്ചർ ഈസ് നോൺ ആസ് ബൗണ്ട് മോയ്സ്ചർ. ആ ബൗണ്ട് മോയ്സ്ചറിനെ ബേണിംഗ് യൂസ് ചെയ്ത് മാത്രമേ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദ ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബേണിംഗ് ഓപ്പറേഷനാണ്. അതായത് ബൗണ്ട് മോയ്സ്ചറിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ബേണിംഗ് എന്ന് പറയുന്നത്. ഒരു ബ്രിക്കിന് സ്ട്രെങ്തും ഹാർഡ്നെസ്സും കൂട്ടിക്കൊടുക്കുന്ന പ്രോസസ്സാണ് ബേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഓഫ് ബേണിംഗ് എന്ന് പറയുന്നത് 1100 degree Celsius ആണ്. 1100 degree Celsiusന് മേളെ പോയി കഴിഞ്ഞാൽ ബ്രിക്കിന് അതിൻ്റെ ഷേപ്പ് ലൂസ് ചെയ്യും. ഈ ബേണിംഗ് തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും, ക്ലാമ്പ് ബേണിംഗ് ആൻഡ് കിൽൺ ബേണിംഗ്. ക്ലാമ്പ് എന്ന് പറയുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. അതേപോലെ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ബ്രിക്സിനാണ് നമ്മൾ ക്ലാമ്പ് ബേണിംഗ് ചെയ്യാറുള്ളത്. അതേസമയം മാസ് പ്രൊഡക്ഷന് വേണ്ടി കിൽനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലാമ്പ് ബേണിങ്ങിൽ ഫ്യൂവലും ബ്രിക്കും ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ഒരു മെയിൻ ഫ്ലോ എന്ന് പറയുന്നത് ബ്രിക്സ് വിച്ച് ആർ നിയറർ ടു ദ ഫ്യൂവൽ ഗെറ്റ് ഓവർ ബേൺഡ്. അതുകൊണ്ട് ക്ലാമ്പ് ബേണിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നല്ല ഒരു വെൽ ബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത് വെറും 60% നമുക്ക് ലഭിക്കാറുള്ളൂ. പിന്നെ വരുന്നതാണ് കിൽൺ ബേണിംഗ് എന്ന് പറയുന്നത്. കിൽൺ ബേണിംഗ് എന്ന് പറയുന്നത് 2 രീതിയിലുണ്ട്, ഇൻ്റർമിറ്റൻറ്റും ഉണ്ട്, കണ്ടിന്യൂസും ഉണ്ട്. ഇൻ്റർമിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഡിങ് ആൻഡ് അൺലോഡിങ് എന്ന് പറയുന്നത് സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കത്തില്ല. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ബ്രിക്സിനെ വെച്ചു, അത് ബേൺ ചെയ്ത് കഴിഞ്ഞു, അത് കൂൾ ഡൗൺ ചെയ്ത് അത് അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ബ്രിക്സിനെ നമുക്ക് അതിനകത്ത് ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേസമയം കണ്ടിന്യൂസ് കിൽൺ സിസ്റ്റത്തിനകത്താണെങ്കിൽ നമുക്ക് ബോത്ത് ലോഡിങ് ആൻഡ് അൺലോഡിങ് നമുക്ക് സൈമൾട്ടേനിയസ്ലി നടത്താൻ പറ്റും. ഈ ഇൻ്റർമിറ്റൻറ്റ് കിൽണിനകത്ത് 2 ടൈപ്പാണ് ഉള്ളത്, അപ്പ് ഡ്രോട്ട് കിൽനും ഡൗൺ ഡ്രോട്ട് കിൽനുമാണ്. ഇതിൻ്റെ പേരുകൾ പഠിച്ചിരിക്കുന്നത് മുഖ്യമാണ്. കണ്ടിന്യൂസ് കിൽനകത്ത് 3 ടൈപ്പാണുള്ളത്, ബുൾസ് ട്രെഞ്ച് കിൽന്, ഹോഫ്മാൻസ് കിൽന് ആൻഡ് തേർഡ് വൺ ഇസ് ടണൽ കിൽൻ. ഇന്നത്തെ ബുൾസ് ട്രെഞ്ച് കിൽൻ എന്ന് പറയുന്നത് ഫുള്ളി അണ്ടർഗ്രൗണ്ട് ആയിരിക്കും. യൂഷ്വലി നമ്മൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന കിൽൻ എന്ന് പറയുന്നത് ബുൾസ് ട്രെഞ്ചാണ്. ഹോഫ്മാൻസ് കിൽൻ എന്ന് പറയുന്നത് ഓവർഗ്രൗണ്ട് കിൽൻ ആയിരിക്കും. പിന്നെ ഇതിനെ ഫ്ലെയിം കിൽൻ എന്നും വിളിക്കാറുണ്ട്. വേൾഡ് വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കിൽനാണ് ഹോഫ്മാൻസ് കിൽൻ എന്ന് പറയുന്നത്. പിന്നെ ടണൽ കിൽൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ടണൽ. ഇതാണ് മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സ് എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്.